ഓരോ ദിവസം സിറ്റിയിൽ നിന്ന് ഓരോ പെണ്ണുങ്ങളെ തടിക്കൊണ്ട് വന്നിട്ട് ഉപയോഗിച്ച് നശിപ്പിക്കുന്ന ഒരു ഗാങ്. പിന്നീടാണ് ബുദ്ധിമതിയായിട്ടുള്ളൊരു പെണ്ണ് വരികയും അതുപോലെ തന്നെ അവളുടെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ മഗുവ എന്ന പേരിൽ 2020 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമകൾ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ വലിയൊരു കാടിന് നടുക്കൊരു വീടും അതിൻ്റെ അകത്തൊരു പെണ്ണാണെങ്കിൽ വഴി അറിയാതെ പേടിച്ച് ഓടുന്നതുമായിരുന്നു. അങ്ങനെ അവൾ വഴി തപ്പി നടക്കുമ്പോഴാണ് പെട്ടെന്ന് മുന്നിലേക്ക് രണ്ടാമര് വന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ തുടങ്ങുമ്പോൾ പുറകിലും രണ്ടുപേര് വന്ന് നിൽക്കും. ആ കൂട്ടത്തിൽ ഗിരി എന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു ഉമ്മാരല്ല ലീഡർ. ഉമ്മാർ 4 പേരും എല്ലാ ദിവസവും എവിടെ നിന്നും ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ കൊണ്ടിട്ട് നശിപ്പിക്കുന്നതായിരുന്നു മെയിൻ ഒരു ഹോബി. ഗിരിയാണെങ്കിൽ ഉടനെ തന്നെ ഇവളെ നശിപ്പിക്കാൻ പോകുന്ന പറയുമ്പോഴത്തേക്കിനും അവൾ പറയും ഇപ്പം നശിപ്പിച്ചാലും ഇവള് വെളിയിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഉമ്മാർക്കെതിരെ കേസ് കൊടുത്ത് ഉമ്മാരല്ല ഇവിടെ വെച്ച് തന്നെ എൻകൗണ്ടർ ചെയ്യാനുള്ള പരിപാടി സെറ്റ് ചെയ്യുന്നത്. അന്നേരമാണ് ഉമ്മാർ ചിരിച്ചിട്ട് പറയുന്നത് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടാൽ ഈ കാടിന് വെളിയിലേക്ക് പോകേണ്ട വഴി ഉമ്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ, അതുകൊണ്ട് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറയും. പിന്നീട് പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി നോക്കും. അമാരാണെങ്കിൽ പുറകെ ഓടിയിട്ട് അവളുടെ ഡ്രസ്സെല്ലാം വലിച്ച് കീറും. എന്നിട്ടും അവളാണെങ്കിൽ അവളുടെ മാൻ രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് ഒളിച്ചിരിക്കും. പക്ഷേ ഉമ്മാരാണെങ്കിൽ അവളെ കണ്ടുപിടിച്ച ശേഷം അവിടെ ഇട്ട് നശിപ്പിക്കും. അങ്ങനെ ഓരോരുത്തവരായിട്ട് അവളെ ഉപയോഗിച്ച ശേഷം ഏറ്റവും അവസാനം അവളെ കൊന്നുകളയും. പിന്നീട് നമ്മളെ സിനിമ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസമായിരുന്നു. അമ്മമാരാണെങ്കിൽ ഒരു ഓട്ടോയിൽ അടുത്ത പെണ്ണിനെ തപ്പി ഇറങ്ങിയതായിരുന്നു സിറ്റിയിൽ കൂടെ. അന്നേരമാണ് ഉമ്മാർ സ്കൂട്ടി പോകുന്നൊരു പെണ്ണിനെ കാണുന്നത്. അങ്ങനെ ഉമ്മാർ ആ സ്കൂട്ടിക്ക് നേരെ വട്ടം വെച്ച ശേഷം അവളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് ഉമ്മാരെ കാടിൻ്റെ നടുക്കുള്ള വീട്ടിലേക്ക് വരും. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇവൾക്ക് പിടികിട്ടും ഉമ്മാർ ഇനി എന്താണ് ഇവളെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവൾ ഇച്ചിരി ബുദ്ധിയുള്ളവളായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് അവിടെ നിന്ന് രക്ഷപ്പെടാനൊന്നും നോക്കത്തില്ലായിരുന്നു. ഒരു പ്രശ്നമില്ലാത്ത പോലെ നല്ല കാമായിട്ട് അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ഇവൾ ചുമ്മാ ഇരിക്കുന്ന കാണുമ്പോഴത്തേനും അമ്മമാർ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ അടിക്കാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് ഇവൾ അമ്മമാരോട് പറയുന്നത് ഇങ്ങനെ ഓരോ ദിവസം പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് നശിപ്പിക്കുമ്പോഴത്തേനും ഉമ്മാർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്, അതിന് പകരം ഉമ്മാർ സമ്മതിക്കുവാണെങ്കിൽ ഇവളാണെങ്കിൽ ഉമ്മാരോട്ട് കോർപ്പറേറ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും അവരവർ പറയുന്ന രീതിയിലും അവരവർ പറയുന്ന ഇഷ്ടത്തിലും ഇവൾ വേണമെങ്കിൽ നിന്ന് തരാമെന്ന് പറയും. അങ്ങനെ ഇത് കേൾക്കുമ്പോഴത്തേക്കും 4 പേരുകാർക്ക് സമ്മതിക്കും. ഉടനെ ഇവളാണെങ്കിൽ ഇവളെ ഇരിക്കുന്ന കാശ് കൊടുത്തിട്ട് അമ്മരോട് പറയും ഇവൾക്ക് കുറേ ഡ്രഗ്സ് വേണമെന്ന്. അങ്ങനെ 2 പേന്മാരാണെങ്കിൽ അത് മേടിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോകും. പിന്നീട് ഇരിക്കുന്ന 2 പേരിൽ ഒരുത്തനാണെങ്കിൽ അവിടെ ബിറ്റുപടവും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതേസമയം മറ്റൊരുത്തനാണെങ്കിൽ ബാത്റൂമിൽ പോയിക്കുമായിരുന്നു. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും ബാത്റൂമിൽ പോയവൻ തിരിച്ചു വരും. അവൻ്റെ പേരായിരുന്നു ചന്ദ്രു. ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും ബിറ്റുപടം കണ്ടുകൊണ്ടിട്ട് അവൻ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ നൈസായിട്ട് ചന്ദ്രുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി തുടങ്ങും. ചന്ദ്രു ഇത് തന്നെയാണെന്നുള്ള രീതിയിൽ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും. ഇവളാണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കിനും അവൻ കാര്യം ചോദിക്കും. ഉടനെ ഇവൾ പറയും ഇവൾക്കാണെങ്കിൽ അവനോട് ഇഷ്ടം തോന്നുന്നുണ്ടെന്ന്. പക്ഷെ അവനാണെങ്കിൽ അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. ഇവളാണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം ഇവൻ പറയും ഇവനതിനൊന്നും താല്പര്യമില്ല, അല്ലാതെ തന്നെ നല്ല എൻജോയ്മെൻറ്റ് ലൈഫിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. അന്നേരമാണ് ഇവളാണെങ്കിൽ ഇവളുടെ ഡ്രസ്സെല്ലാം ഊരി അവനെ കാണിക്കുന്നത്. എന്താ പറയുക ഇവളാണെങ്കിൽ ശരിക്കും അവനോട് ഇഷ്ടം തന്നെയാണെന്നും അതുപോലെ തന്നെ അവൻ്റെ മനസ്സാണെങ്കിൽ ഇവൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നും പറയും. അങ്ങനെ ഇതെല്ലാം കാണുമ്പോഴത്തേക്കിനും അവനും ഈ കാര്യത്തിൽ വിശ്വസിക്കും. അങ്ങനെ അവർ 2 പേരും അവിടെ വെച്ച് കെട്ടിപ്പിടിച്ച ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോകും. ഇച്ചിരിയുമ്പോഴാണ് ബാത്റൂമിലേക്ക് പോകാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിനും 2 പേരെയും കാണാതെ അവിടെ അന്വേഷണം നടക്കുന്നത്. ഇതേസമയം ചന്ദ്രൻ നായികയും കൂടെ വീടിൻ്റെ മുകളിൽ പോയി ഇരിക്കുമായിരുന്നു. അവിടെ ഒരു ഹീറോയിനാണെങ്കിൽ ചന്ദ്രനോട് പറഞ്ഞുകൊണ്ടിരിക്കും ഉടനെ തന്നെ ഇവർക്ക് 2 പേർക്ക് ഇവിടെ ഒളിച്ചോടി പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാന്നൊക്കെ. പക്ഷെ അവൻ പറയും ഗിരി വന്നിട്ട് അവനോടും കൂടെ സംസാരിച്ചിട്ട് പോകാമെന്ന് പറയും. അങ്ങനെ ഒരു വഴിയില്ലാതിരിക്കുമ്പോഴത്തേക്കാണ് നായകൻ നൈസായിട്ട് അവളുടെ കൈ മുറിച്ച ശേഷം അവനെ കാണിക്കുന്നത് ഇത് കണ്ടില്ല കൈ മുറിഞ്ഞ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന്. പക്ഷേ ചന്ദ്രു ആണെങ്കിൽ ഇപ്പോൾ ഗിരി വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകുന്നുള്ളതെന്ന് തന്നെ പറഞ്ഞിരിക്കും. ഇതേസമയം ബാത്റൂമിൽ പോയവനാണെങ്കിൽ ചന്ദ്രനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ചന്ദ്രു ഈ ഫോൺ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അവൻ ടെൻഷൻ അടിച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കും. ചന്ദ്രൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ നായികയാണെങ്കിൽ ചന്ദ്രനെ മടിക്കിടത്ത് വീണ്ടും വീണ്ടും കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച് ഹണിമൂണും എത്ര പിള്ളേർ വേണം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ പോകും. അന്നേരമാണ് ഇവരെ തപ്പിക്കൊണ്ട് വരുന്നവനാണെങ്കിൽ ഇവർ 2 പേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. ഇവൻ കാര്യം ചോദിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രു പറയും ഇവൾക്കാണെങ്കിൽ ഇവനൊരു ഇഷ്ടമാണെന്നും അതുകൊണ്ട് ഇവർ 2 പേരും ഇനി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നും. ഇത് കേൾക്കുന്നവനാണെങ്കിൽ ചിരി വന്നിട്ട് നേരെ ചന്ദ്രുവിനോട് കയറി ചൂടാകും എന്നെ ഇങ്ങനെ പെട്ടെന്ന് മാറ്റം വന്നതെന്നൊക്കെ ചോദിച്ച്. പക്ഷേ ചന്ദ്രു ആണെങ്കിൽ സീരിയസ് ആയിട്ട് ഇത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും അവൻ പറയും അങ്ങനെയാണെങ്കിൽ ഇവനൊന്ന് യൂസ് ചെയ്തിട്ട് തരാമെന്ന് പറയും അവളെ. ഇത് കേട്ട് ചന്ദ്രന് ദേഷ്യം വരും. അങ്ങനെ ഇവളാണെങ്കിൽ കൂടെ തൊട്ട് പുറകെ ഇരുന്ന് ചന്ദ്രനാണെങ്കിൽ മൂപ്പിച്ചും വിടും. അങ്ങനെ അവർ തമ്മിൽ അവിടെ കിടന്ന് വലിയൊരു അടിപിടി ഉണ്ടാകും. അതിൻ്റെ ഇടയിലാണ് ചന്ദ്രൻ്റെ അടി കിട്ടി അവൻ്റെ കൂട്ടുകാരെ താഴോട്ട് വീഴുന്നതും അവിടെ തന്നെ മരിച്ചു വീഴുന്നതും. പിന്നീട് ഹീറോയിനെയും ചന്ദ്രനും കൂടെ അവിടെ രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി നോക്കും. അവരോട് താഴേക്ക് വരുമ്പോഴാണ് ഡ്രഗ്സ് മേടിക്കാൻ പോയി 2 പേരും അങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. ഉടനെ തന്നെ ചന്ദ്രു കയറി ഇവളാണെങ്കിൽ രക്ഷപ്പെട്ട് ഓടി പോകാൻ നോക്കിയതാണെന്ന് പറയും. അങ്ങനെ അവർക്ക് ഡൗട്ട് തോന്നാത്ത രീതിയിൽ ഇവനാണെങ്കിൽ ഇവളെ തിരിച്ചു കൊണ്ടുവന്ന് ഇതേ സ്ഥലത്തിരുത്തും. പിന്നീട് അവരെല്ലാം കൂടെ അവിടെ ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കാൻ വേണ്ടി തുടങ്ങും. ഇടയ്ക്ക് ഹീറോയിനും അവന്മാരാണെങ്കിൽ ഒഴിച്ചു കൊടുക്കും. പക്ഷേ ഹീറോയിനാണെങ്കിൽ അവന്മാർ കാണാത്തതാണെങ്കിൽ കളയും. അതിൻ്റെ ഇടയിലാണ് ഗിരിയാണെങ്കിൽ കൂടെയുള്ളവർ എത്തിയെന്ന് ചോദിക്കുന്നത്. അന്നേരം ചന്ദ്രു പെട്ടെന്ന് പറയും അവൻ ബാത്റൂമിൽ പോയെന്നും ഹീറോയിൻ പറയും അവൻ കാട്ടിലേക്ക് പോയെന്നും. അങ്ങനെ ഇവർ 2 പേരും മാറ്റി മാറ്റി പറയുമ്പോഴത്തേക്കിനും ഗിരിക്കാണെങ്കിൽ ഡൗട്ട് വന്നു. പക്ഷേ പെട്ടെന്ന് ചന്ദ്രു ആണെങ്കിൽ അവൻ വെളി വരെ പോയതേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ഗിരീനെ തൽക്കാലം ആ വിഷയത്തിൽ നിന്ന് മാറ്റിപ്പിക്കും. അത് കഴിയുമ്പോഴാണ് ഗിരി ചന്ദ്രുവിനോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി. ചന്ദ്രു ആണെങ്കിൽ അവനെ വിളിക്കുന്ന പോലെ കാണിച്ചിട്ട് പറയും അവൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കുവാന്ന്. പക്ഷേ ഗിരിക്കാണെങ്കിൽ 2 പേരുടെ ടെൻഷൻ കാണുമ്പോഴത്തേക്കും ഇവിടേക്ക് സംശയം തോന്നും. അതുകൊണ്ട് ഗിരി തന്നെ അവനെ നേരിട്ട് വിളിക്കാൻ വേണ്ടി തുടങ്ങും.
ഗിരി നോക്കുമ്പോഴത്തേക്കിന് ഫോണിന് റിങ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഗിരി ചോദിക്കും റിങ് പോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അന്നേരം ചന്ദ്രു പറയും ചിലപ്പോൾ ഇപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിരിക്കും. പക്ഷേ ഇവർക്കാണെങ്കിൽ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഗിരി 2 മിനിറ്റ് ശ്രദ്ധിക്കുമ്പോഴാണ് പിടി കിട്ടുന്നത് തൊട്ടടുത്തുനിന്ന് തന്നെ അതിൻ്റെ റിങ് കേൾക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇവന്മാർ രണ്ടും കൂടെ ഫോണിൻ്റെ റിങ് അടിച്ച് സ്ഥലം നോക്കി ചെല്ലുമ്പോഴാണ് കൂട്ടുകാരൻ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അവൻ്റെ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്കിനുമാണ് ഏറ്റവും അവസാനം ചന്ദ്രനെ ഒരുപാട് തവണ വിളിച്ചത് കാണുന്നതും. അങ്ങനെ ഇവർക്കും ഏറെക്കുറെ പിടി കിട്ടും അവർ രണ്ടും കൂടി ഇവനെ കൊന്നതാണെന്ന്. അവർ നേരെ തിരിച്ചു വന്ന് അവരോട് ചോദിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രനാണെങ്കിൽ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. അതുപോലെ അവർ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്നും പറയും. ഇത് കേട്ട് അവർക്ക് രണ്ടുപേർക്കും ചിരിയായിരുന്നു വരുന്നത്. അവർ പറയും ഏതായാലും ഇവിടെ നശിപ്പിക്കാൻ കൊണ്ടുവന്നല്ലേ, പിന്നെ എന്താ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇവർ തമ്മിൽ തർക്കിച്ചോടെ ഇരിക്കുമ്പോഴത്തേക്കിനും അതിലൊരുത്തം പറയും അങ്ങനെയാണെങ്കിൽ ഏതായാലും അവനാണെങ്കിൽ ഇവിടെ നശിപ്പിക്കാൻ പോകാമെന്ന്. ഇത് കേട്ട് ഇഷ്ടപ്പെടാത്ത ചന്ദ്രനും അമ്മമാരും തമ്മിൽ അവിടെ കിടന്ന് അടിപിടിയാവും. അതിൻ്റെ ഇടയ്ക്കാണ് ഇവനാണെങ്കിൽ ഗിരിനെ കയറി തള്ളിയിട്ട് ഗിരിയാണെങ്കിൽ അവിടുത്തെ കമ്പിയുടെ ഇടയിലേക്ക് എന്നിട്ട് അപ്പം തന്നെ മരിച്ചു വീഴുന്നത്. പിന്നീട് അവനാണെങ്കിൽ അവളെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് കൂട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്ന ഇവനെ തടയാൻ വേണ്ടി വരുന്നത്. അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാതെ ചന്ദ്രനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനാദ്യം തന്നെ ഇവനാണെങ്കിൽ കള്ളു വെച്ച് ചന്ദ്രനെ കൊടുത്തോണ്ടേയിരിക്കും. എന്നിട്ട് ചന്ദ്രനെ മനസ്സ് മാറ്റാൻ വേണ്ടി പഴയ കാര്യങ്ങളൊക്കെ ഉമ്മാർ പറയും. ഉമ്മാർ ഒരുപാട് കാലമായിട്ട് ഒരുമിച്ച് നിന്നതിനെ പറ്റിയൊക്കെ. അത് കഴിഞ്ഞ് വീണ്ടും അവനെ കുടിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഇവൻ പറയും ഇവളാണെങ്കിൽ ഇവൻ്റെ മനസ്സ് മാറ്റി വെച്ച് കൂട്ടുകാരെ കൊല്ലിക്കാൻ വേണ്ടി നോക്കുകയെന്നും അതുകൊണ്ട് ഇവളെ വെറുതെ വിടല്ലെന്നൊക്കെ പറയും. അന്നേരം ഹീറോയിൻ തോന്നും ഇവൻ പറയുന്നതിൽ ചന്ദ്രനെ മനസ്സ് മാറി വരുന്നതാണെന്നും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പെട്ടെന്ന് അവളെ നൂറ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടെ അവളെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടിക്കും. ഇതേസമയം ഹീറോയിൻ ആണെങ്കിൽ ചന്ദ്രൻ ആണെങ്കിൽ ഇവളെ നോക്കിക്കാണ്ട് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണും. ഹീറോയിൻ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് വീണ്ടും അവനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇവൻ എന്തുകൊണ്ട് ഇവളുടെ ഇഷ്ടം മനസ്സിലാക്കത്തെന്നും അതുപോലെ തന്നെ ഇവളുടെ ശരീരം ഇവന് മാത്രമായിരിക്കണമെന്നും പറയും. എന്നിട്ട് അവനാണെങ്കിൽ ഇവളെ കൂടുതലും വിശ്വസിക്കാൻ വേണ്ടി ഇവളവൻ്റെ കൈയെടുത്ത് ഇവളുടെ ഷർട്ടിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കും. അതോടുകൂടി ചന്ദ്രന് പതി ഇവളെ വിശ്വാസമായി തുടങ്ങും. ഇതേ സമയത്താണ് ചന്ദ്രൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് അവൾ വീട്ടിൽ നിന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കിയോ, ഏതായാലും അവൾ കൺവിൻസ് ചെയ്യില്ലേ, ഇപ്പം തന്നെ ഇവനാണെങ്കിൽ അവളെ കയറി നശിപ്പിക്കാൻ തുടങ്ങാം, അന്നേരം ഇവൾ യഥാർത്ഥ സത്യം പറഞ്ഞോളൂ എന്ന് പറയും. അന്നേരമാണ് ഹീറോയിനാണ് ചന്ദ്രനോട് പറയുന്നത് അവൻ പറയുന്നത് കേട്ടില്ലേ, ചന്ദ്രന് മുമ്പേ തന്നെ ഇവിടെ നശിപ്പിക്കുമെന്നൊക്കെയല്ലേ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് തന്നെ ഇവൻ പ്രതികരിക്കാതെ നിൽക്കുന്നതും അതുപോലെ ഇവർക്കാണെങ്കിൽ ഇവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് കഴിഞ്ഞ് നല്ലൊരു ജീവിതം സിറ്റിയിൽ പോയി ജീവിക്കുക എന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ട ചന്ദ്രനാണെങ്കിൽ വീണ്ടും അവൻ്റെ കൂട്ടുകാരനെ കയറി തല്ലാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവർ തമ്മിൽ അവിടെ കിടന്ന് അടുത്ത ഫൈറ്റ് തുടങ്ങും. ഈ ഫൈറ്റിൻ്റെ അവസാനമാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനായിരുന്നു ജയിക്കുന്നത്. പിന്നീട് അവൻ്റെ കൂട്ടുകാരനെ ഹീറോയിനോട് പറയും അവൻ ജയിച്ചു, അതുകൊണ്ട് അവൻ ഇവളെ നശിപ്പിക്കാൻ പോകുന്ന പറയുമ്പോഴേക്കും ചന്ദ്രനാണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ കാലൊക്കെ കയറിപ്പിടി മറിച്ചിടും. അന്നേരം ഇവൻ്റെ തല പോയിരിക്കുന്ന ഒരു ബിയർ ബോട്ടിലേക്കായിരുന്നു. അങ്ങനെ ചന്ദ്രുവിൻ്റെ അടുത്ത കൂട്ടുകാരൻ അവിടെ മരിക്കും. പിന്നീട് ചന്ദ്രു ആണെങ്കിൽ ഒരു വിധത്തിൽ എഴുന്നേറ്റ് വരും. ഓൾറെഡി അത്രയും വെള്ളം അടിച്ചുകൊണ്ടും അതുപോലെ അടി കിട്ടിയോണ്ടും അവൻ ശരിക്കും ആവശ്യമായിരുന്നു. എഴുന്നേറ്റ് വന്ന ശേഷമാണെങ്കിൽ അവൻ ആ ഹീറോയിനോട് അവൻ്റെ ഇഷ്ടം തുറന്ന് പറയും. അന്നേരം അവൾ അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് ഇവന് ചെറുതായിട്ടൊന്ന് കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് സിനിമയുടെ തന്നെ ടിസ്റ്റ് അങ്ങോട്ട് പറയും ഇവൾക്ക് ശരിക്കും ഇവനോട് ഇഷ്ടമൊന്നുമില്ലായിരുന്നെന്നും ഇതെല്ലാം ഇവളുടെ പ്ലാനായിരുന്നെന്നും ഇവരെ കൂട്ടി തല്ലിപ്പിക്കാൻ വേണ്ടിയായിരുന്നെന്നും. ഇതെല്ലാം കണ്ട് ചന്ദ്രൻ ഞെട്ടിയിരിക്കുമ്പോഴാണ് അവൾ പറയുന്നത് മാനം പോയ ഉടനെ തന്നെ ജീവിതം പോയി എന്ന് വിചാരിച്ച് കരയുന്ന പെണ്ണുങ്ങളെ പോലെയല്ല ഇവൾക്ക് മാനം പോയി കഴിഞ്ഞാൽ തലയിൽ മുടി പോയ പോലെ ഉള്ളൂ. പിന്നീട് അവളെ ദ്രോഹിച്ചവരെ തേടി പിടിച്ചാണ് ഇവൾ പകരം വീട്ടുമെന്ന് പറയും. അതുപോലെ തന്നെ ഇത്രയും കാലം ഒരുപാട് പെണ്ണുങ്ങളെ ഉമ്മർ നശിപ്പിച്ചാലേ അതിന് പകരമായിട്ടുള്ള ശിക്ഷ ആരാന്ന് പറഞ്ഞ് അവിടെ പൊട്ടിയിരിക്കുന്ന ബോട്ടിലെടുത്ത ശേഷം അവൻ്റെ മെയിൽ ഓർഗനാണെങ്കിൽ മുറിച്ചെടുത്ത ശേഷം ദൂരോട്ടങ്ങ് വലിച്ചെറിയും. അവനാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് അവിടെ കിടന്ന് പതിയെ മരിക്കും. പിന്നീട് ഹീറോയിനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി മരിച്ചു കിടക്കുന്ന ഓരോരുത്തരെയും പോയി നോക്കും. അത് കഴിഞ്ഞ് അവളുടെ ഭാഗ്യം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.